ഇവരൊരു നല്ല വെൽഡറാക്കിട്ട് ഞാൻ അങ്ങോട്ട് തരും. ഗൾഫിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ശരിയായി വരുന്നുണ്ട്. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം എമ്മൻ ദുബായ് ഷേഖിന്റെ വീട് വെൽഡ് ചെയ്യും. കേട്ടാ? വാ കുട്ടി. പിന്നെ ഒരു കാര്യം കൂടെ, അതായത് കുട്ടി വേറെ അധ്വാനമുള്ള ജോലിയൊന്നും ചെയ്തിട്ട് അങ്ങനെ ശീലല്ലേ. അപ്പൊ അതുകൊണ്ട് വലിയ ശാരീരികമായിട്ടുള്ള അധ്വാനമുള്ള പണിയൊന്നും കൊടുക്കണ്ട. പിന്നെ ഈ വെൽഡിങ് ആയതുകൊണ്ട് ഈ കണ്ണിന് ഇപ്പൊ പുസ്തകത്തിൽ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ തന്നെ അക്ഷരങ്ങൾ തെളിയാത്തൊരു സൂക്കടുണ്ട് പുള്ളിക്ക്. അപ്പൊ എന്താ വെച്ചാൽ ഇതിങ്ങനെ കാണിക്കുമ്പോ അതിന്റെ അകത്ത് ഇങ്ങനെ വരില്ലേ ആ പ്രകാശം, അത് കണ്ണിലേക്ക് അടിക്കാതെ ഒന്ന് നോക്കണം. അതെ സത്യപാല, ഞാൻ ഒരു കാര്യം ചോദിച്ചു. സത്യശീലൻ. ശീലക, ഈ കുട്ടിയെ ഇവിടെ സുഖചികിത്സയ്ക്ക് ആയുർവേദ കേന്ദ്രത്തിൽ കൊണ്ടുവന്നാണോ? ആണോ? അങ്ങനല്ല. അല്ലല്ലോ, കുറച്ച് പ്രയാസമൊക്കെ അനുഭവിക്കണം. അങ്ങനെ പണി പഠിക്കാൻ പറ്റും. അല്ല ഞാൻ പറഞ്ഞു, ഇവരെല്ലാരും അങ്ങനെ പഠിച്ചു വന്നവരാണ്. വേഗം നോക്കിയാ മതി, വേഗം പെട്ടെന്ന് ആയിക്കോട്ടെ. ഏതുവരെ പഠിച്ചു? 10 വരെ പോയി, പക്ഷെ തോറ്റു. മതി, അത് മതി. ഇത് 6 തോറ്റ് 3 പ്രാവശ്യം, ഇത് 4 തോറ്റ് 2 പ്രാവശ്യം. ഞാൻ പഠിച്ചിട്ടേ ഇല്ല. എന്താ ഈ 10 ജയിച്ചമാരൊക്കെ ഇവിടെ തേരാമാരെ എപ്പോഴും നടക്കണുണ്ട്. MA കഴിഞ്ഞ ഇവിടെ ഒന്ന് വെൽഡ് ചെയ്യാൻ വരെയാ. എന്താ നമുക്ക് എന്തൊരു പൈസ കൊണ്ട് മേടിക്കണം അറിയാം പിള്ളേരൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഇരുമ്പാണ്, അതൊക്കെ നോക്കണം. സുശീല, അതൊന്നും നിങ്ങൾ വിഷയമാക്കല്ലേ. അവനെ ഞാൻ റെഡിയാക്കി തരാം. കാലിലൊക്കെ നോക്കണേ, മുറിയാവണമൊക്കെ നോക്കണം. എന്നാ ശരിയാ, നടക്കട്ടെ, പരിപാടി നടക്കട്ടെ, സംഗതി നടക്കട്ടെ. എല്ലാം ഒരു തൊഴില് തുടങ്ങാൻ പോകണം. ഐശ്വര്യമായിട്ട് സകല ദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചോ. നന്നായി വരും, നന്നായി വരും, നന്നായി വരും. എന്റേത് എന്തേലും ആയിക്കോട്ടെ, അനുഗ്രഹിച്ചേക്കാൻ മതി. ഇനി ഇന്ന് അതിന്റെ പേരും പറഞ്ഞ് മുഴുവൻ പണിയെടുക്കണ്ട. പോയി പണിയെടുക്കുള്ളൂ നീ അങ്ങോട്ട്. എന്താ ഇവിടെ വർത്താനം പറഞ്ഞ് ഉണ്ടാക്കണത്? പണിയെടുക്കണ സമയത്ത് പണിയെടുക്കല് അല്ല. എന്താണ് ജ്ഞാനശീലൻ എന്താ പോണില്ലേ? അല്ല സത്യശീലൻ. ശീലം എന്തായിക്കോട്ട്. ശീലം എന്തോട്ട് ഇരിക്കണ പോക്കോ. അല്ല ഞാൻ ഇരിക്കാം. എന്തിനാ? ഞാൻ മോന്റെ അത് കഴിഞ്ഞിട്ട് പോവാ, ഒരുമിച്ച് പോവാലോ. രാത്രിയിലാ? പരിപാടി വേണ്ട ഇവിടെ. അല്ല എന്താറിയോ, വേറെ പ്രശ്നണ്ടേ. കുട്ടിക്ക് 10 മണിയാകുമ്പോ പാല് കൊടുക്കും. നീ ഒന്ന് നിർത്തിയേ. നീ പോ, അവിടെ ഇരുന്ന് വല്ല തിന്നാ കുടിക്കേ. പോ. പറ. ഇല്ല, കുട്ടിക്ക് പാല് കൊടുക്കണം 10 മണിക്ക്, പിന്നെ ഉച്ചക്ക് ചോറ് കൊടുക്കണം. അതാണ്. എന്താ പാലും ബിസ്ക്കറ്റും കൊടുക്കാതെ പൂച്ചക്കുട്ടിയത്? മൂതുക്ക് ചെറുക്കനാണ് ഇവൻ. എന്താണ് ചെറുക്കനെ നഴ്സറി സ്കൂളിൽ കൊണ്ടുവന്നെങ്ങനെയാണ്? അല്ല അല്ല, ഇലയൊക്കെ കഴുകണതാണ്. ഇല കഴുകിട്ട് കൊടുക്കണം. ഞങ്ങളെല്ലാരും മനുഷ്യരാണ്, ഞങ്ങളെല്ലാം ഇതെല്ലാം കഴിക്കണവരാണ്. കഴിക്കുമ്പോ അവനെ ഇവിടെ വിളിച്ചിരുത്തി ഞങ്ങൾ ഇതെല്ലാം കൊടുത്തോളാം. അതുകൊണ്ട് സത്യശീല പോക്കോ. അല്ല അതിപ്പോ ഞാൻ ഏതിപ്പോ എന്തപ്പോ ഉണ്ണി എല്ലാം മേടിച്ചു. അല്ല ഞാൻ മോനെ എന്താ വേണ്ട അച്ഛൻ? അച്ഛൻ ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങൾ പോയല്ലടാ. ഇതെല്ലാം ഞങ്ങൾ കൊടുത്തോളാം. ചെക്കനെ ഗൾഫിൽ നല്ലൊരു വെൽഡർ ആക്കണ്ടേ? നല്ലൊരു തുക അറബിയുടെ പൈസ ഇങ്ങനെ ശമ്പളം നാട്ടിൽ എത്തിക്കണ്ടേ? അത് ഞാൻ അതിനെ ശരിയാക്കി എടുത്തോളാം. എന്റെ മോനെ പോലെ ഞാൻ അവന് നോക്കിക്കോളാം. പോരെ? പക്ഷേ അല്ലേ ഞാൻ സുശീലം പോ. വൈകുന്നേരം വന്നാൽ മതി കേട്ടോ. വന്നില്ലേ ഞാൻ അവിടെ കൊണ്ട് വിട്ടോളാം. കുട്ടാ അച്ഛൻ ഇറങ്ങട്ടെ. പിന്നെ വേറൊരു കാര്യം, ഭക്ഷണം കഴിച്ചാ പിന്നെ പാത്രം അതേപോലെ തന്നെ വെച്ചോ, കഴുകണ്ട. അത് അമ്മ കഴുകിക്കോളും. എന്നാ ശരി. ഇരുമ്പിന്റെ മുകളിൽ കൂടെ കാലിലും കുത്തണം നോക്കണം കേട്ടോ. അച്ഛൻ വൈകുന്നേരം വരണേ. ചോര പഠിക്കാൻ ചേരും. എന്നാ ശരിട്ടാ. അച്ഛാ വൈകുന്നേരം വരും. അച്ഛൻ വരും. പിന്നെ മോളെ കെട്ടിച്ചുവിടും പോലാണല്ലോ. ഒന്ന് പോയത് അപ്പോൾ ഇവിടെ പണി പഠിക്കട്ടെ. ശീലമില്ലാത്തോണ്ടാണ്. അല്ല ശീലിപ്പിച്ചോളാം ഞാൻ. ഇവനെ കുറച്ച് കൂടുതൽ വെൽഡ് ചെയ്യേണ്ടി വരും. വാ. നിന്റെ പേരെന്താടാ? അമ്പാടി. അമ്പാടിയാ? എന്താ അമ്പാടി? വീട്ടിൽ വിളിക്കുന്ന പേര് അമ്പാടി. വെളിയിലെ ആൾക്കാർ വിളിക്കുന്ന പേരുള്ള സ്തുതി. സ്തുതിയാ? ഇങ്ങനെ വാ. നോക്കാറില്ല. അമ്മ പെണ്ണുങ്ങളെ ഉണ്ടാക്കണ കാര്യമല്ല പറഞ്ഞ. കമ്പി ഇളകാൻ അറിയാവുന്നു? ഇല്ല. എന്ത് തേങ്ങ അറിയാൻ നിനക്ക്? കുനിഞ്ഞൊരു കുപ്പടക്കണ ശീലം ഇല്ലെന്ന് തോന്നണല്ലേ? ഇങ്ങോട്ട് വാ ഉണ്ണേ. കൊണ്ടുപോകാ. ഇങ്ങോട്ട് വേടാ. ഇവിടെ ആണെങ്കിൽ വാടാ പോത്തെ. ഉണ്ണേ വളക്കാൻ കൊടുക്കാം. അതെ, ഇവനെ ഈ കമ്പി ഒന്ന് വളച്ച് ബെൻഡിട്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അതിന് മുന്നേ ഇതെന്താ അറിയോടാ?
ഇല്ല ഏ ഇല്ല. കുട്ടി എടാ ഉണ്ണി അവൻ ഗൾഫിൽ പോകാനാണ്, അവിടെ പോയി പണിയെടുക്കാനുള്ളതാണ്. അവനും ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക്. അമർ പറടാ. അമർ. അമറല്ല, അമർ അക്ബർ. എടാ ഹാമർ. 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 ഹാ പുറത്ത് വരട്ടെ. ഹാമർ. ഹാ. ഹാമർ. ഹാമർ. വിളിക്ക്. ഇനി ഒന്ന് പറഞ്ഞേ. ഹാമർ. ഹാമർ. എടുക്കുന്നില്ല. മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അല്ല അച്ഛനോട് പറയണ്ടേ ഡോക്ടറെ കാണിച്ച കാര്യം? അത് പറയാലോ. ഇപ്പൊ മോനിന് വേദന ഉണ്ടോ? കണ്ണിന് ഭയങ്കര വേദനയമ്മ. ഞാൻ എന്തായാലും പോകുന്നില്ല. വെൽഡിങ്ങിന് എനിക്ക് പോകാൻ പറ്റില്ല അമ്മ. മോനെ നീ പോവണ്ട. നീ പോവാത്തത് തന്നെ അമ്മയ്ക്കും ഇഷ്ടം. അച്ഛനെന്തേലും വിഷമാവോ പോയില്ലെങ്കിൽ? നിനക്കെന്താ അച്ഛൻ അറിയാത്ത പോലെ ചോദിക്കണേ? അച്ഛനും വലിയ ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ആ കോയക അന്ന് ആ ഗൾഫിലേതാണ്ട് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് വിട്ടതല്ലേ. മോനൊരു പണിക്ക് പോണ്ട. അതല്ലമ്മ, ഡോക്ടർ മരുന്ന് എഴുതിയില്ലേ, ആ അപ്പൊ എനിക്ക് ഇഞ്ചക്ഷൻ വെക്കൂന്ന് പറഞ്ഞ്. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയമ്മ. ആര് ഇഞ്ചക്ഷൻ വെക്കാൻ പോണേ? ഡോക്ടർ പറഞ്ഞ്. നീ പോയേ എവിടുന്ന്? എന്റെ മോനെ അല്ലെങ്കിൽ തന്നെ കണ്ണുവേദനയാ. ഇനിയിപ്പോ ഇഞ്ചക്ഷൻ എടുത്ത് കൈക്കും കൂടെ വേദന എടുക്കാത്ത കുറവുള്ളൂ. നീ ഈ ഗുളികയൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ മതി. ഫോണിൽ നോക്കാൻ പറ്റുന്നില്ലമ്മ. നീ ഇപ്പൊ ഫോണ് നോക്കണ്ട. അച്ഛനെ വിളിക്കാനാണ്. ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ എത്ര സമയത്ത് എടുക്കാൻ പറ്റും? അച്ഛന് ഫോൺ എടുത്ത് വെച്ചൂടെ? അതന്നെ, മോനൊരാവശ്യത്തിന് വിളിക്കുമ്പോ കിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം. വാ. വെയിലത്ത് നോക്കാൻ പറ്റുന്നില്ല അമ്മ. അപ്പൊ എത്തൂലോ, നമുക്ക് അവിടെ കേറാം. ഇവനോട് ചോദിച്ചാ അറിയാം. ഒരുമിച്ചല്ലേ പണിക്ക് പോയതല്ലേ? ചക്കരേ, നീ ഇന്ന് പണിക്ക് പോയില്ലേ? അല്ല പണിക്ക് പോയില്ല. ചേച്ചി ഇപ്പൊ എവിടെ പോയി? ഞാൻ ദേ ഇവനെ കൊണ്ടുവന്ന് ആശുപത്രി പോയതാ. അത് പറയാൻ സത്യേട്ടനെ എത്ര നേരമായി വിളിക്കണു. സത്യേട്ടൻ അവിടെ ഇല്ലേ? സത്യേട്ടൻ നീ പറ. സത്യേട്ടനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയായിരുന്നേ. എന്തിനെ? അത് ചെറിയ നെഞ്ചുവേന. അതെ നെഞ്ചുവേന? അതെ. എപ്പോ? അത് അതെ. ഏത് ആശുപത്രിയില്? ആശുപത്രി പോയി കാണാൻ പറ്റില്ല. ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വായിച്ചേ. നമുക്ക് അങ്ങോട്ട് പോവാമ്മ. ഞങ്ങൾ ആശുപത്രി പൊക്കളെ എവിടെയെന്ന് പറ. പെട്ടെന്ന് വീട്ടിലെത്തി. ഇനി ഹോസ്പിറ്റലിൽ കാര്യമില്ല, വീട്ടിലോട്ട് പോയാ മതി. എന്തേ പറയണ? എനിക്ക് കാണണം സത്യേട്ടനെ. വീട്ടിൽ പോയി പെട്ടെന്ന് തെളിച്ച് പറയൂ. വീട്ടിൽ പോയിട്ട് എന്തിനാണ് എനിക്ക് സത്യേട്ടനെ കാണുന്നത്? അമ്മ, അച്ഛൻ എന്താന്ന് വെച്ചാ ഒന്ന് പറ. പ്രതീക്ഷിക്കാത്താണ് ഇപ്പൊ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ സത്യന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവും നമ്മളാരും വിചാരിച്ചിക്കണം. അവൻ പോയപ്പോഴാണോ എല്ലാം താളം തെറ്റി. ഇന്നലെ ഇപ്പൊ 1-2 പേര് വന്നിട്ട് സത്യന്റെ സ്കൂട്ടറാണ് തെറ്റിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഞങ്ങളൊന്നും ഉണ്ടില്ല, ഇങ്ങനെ തന്നെ ഇരുന്നു. എന്താ ചെയ്യാ സൂതേട്ടാ? പടച്ചോൻ വിളിച്ചാ പോകണ്ടൊക്കെ പറ്റുമോ? മണ്ടോ അച്ഛൻ വിളിച്ചിട്ട് വന്നാണ് ഞാൻ. സൂതേട്ടാ, നിങ്ങൾ ചോദിച്ച പൈസ കയ്യിൽ വെക്കി. ബുദ്ധിമുട്ടിച്ചല്ല, ആക്കി എനിക്കറിയാം. ഈ വെള്ളം ബില്ല് അടച്ചിട്ടില്ല, കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. 1-2 മാസമൊക്കെ അപ്പുണ്ണിയൊരു പലചരക്ക് കിടക്കാനും സഹായിച്ചു. ശരി തരണമെങ്കിൽ പൈസ തരാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അല്ല, കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നടക്കട്ടെ. പക്ഷെ ഞാൻ പറയണതേ, നിങ്ങളിപ്പോൾ ഇനിയും പൈസ ചോദിച്ചാൽ ഞാൻ തരും. കാരണം ഞാനും സത്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോരാ. അപ്പോൾ ഞാൻ വരുമ്പോൾ കേക്കടുത്ത സുധാരനെ കണ്ടിരുന്നു. സുധാരൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ പൈസ മേടിച്ചെന്ന് തോന്നുന്നു. എത്ര കാലം നമ്മളിങ്ങനെ കടം മേടിച്ച് ജീവിക്കും സൂതേട്ടാ? അല്ല, ഇനിയിപ്പോൾ ആരുടെയൊന്നും മേടിക്കാനില്ല. ഇനിയിപ്പോ ഈ പ്രായത്തിലിപ്പോ എനിക്ക് വല്ല പണിക്കും പോകാൻ പറ്റും? നിങ്ങൾ പോണെന്ന് ആരെയാ പറഞ്ഞത്? ഇപ്പൊ എന്താ ഒന്നിനകത്തുമ്പോ ഒന്ന് നിൽക്കല്ലേ അമ്പാടിയെ? ഇങ്ങനെയായാൽ ശരിയാവില്ല. എന്തെങ്കിലും പണിക്ക് പോണ അച്ഛല്ലേ നീ? ഇനി വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ ഇയ്യ? അന്റെ കൂടെ പഠിച്ച എന്റെ മോൻ സുക്കൂർ അറിയില്ല എനിക്ക്? ഓനിപ്പോ 22,000 രൂപ ശമ്പളം മേടിക്കുന്നുണ്ട് മാസം. ചെറിയോനും പണിക്ക് പോകാൻ തുടങ്ങി.
ഇങ്ങനെ നിൽക്കുകയാണ്. ആരെ കാത്തിക്കേ നീ നയിച്ചു കൊണ്ടുവന്നിട്ട് വേണോ അച്ഛനെയും അമ്മേനെയും പോറ്റാൻ. കേട്ടിക്കണോ? എന്തെങ്കിലും പണി അന്വേഷിച്ച് പിടിക്കണം. സത്യനോട് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, മോനെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കല്ലേ. അല്ല, ഞാനും കാണുമ്പോഴൊക്കെ പറയലുണ്ട് ഓനെന്താ ഇങ്ങനെ നിർത്തിക്കണം, ഓനെ പണിക്ക് വിടണ്ടേന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട്. ഞങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ അച്ഛാന്ന് എന്നോട് പറയാവേ. ഒന്നും അങ്ങനെ ഇവളതിന് എഴുതരും നിൽക്കൊപ്പം മണ്ടുവോ, നീ കുറച്ച് കാര്യഗൗരവമായിട്ടൊക്കെ ചിന്തിക്കണം. നമ്മൾ അന്വേഷിച്ച് നടന്നാലേ ജോലി കിട്ടുള്ളൂ. ഇപ്പൊ എൻ്റെ മോൻ സുക്കൂറിന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ജോലിയൊന്നുമല്ല, ഓൻ പോയി കണ്ടുപിടിച്ചുണ്ടാക്കിയ ജോലിയാ. അങ്ങനെ ആയിരിക്കണം ആൺകുട്ടികൾ, മിടുക്കന്മാരാവണം. അതിന് അവന് എന്ത് പണി അറിയാന്? എന്ത് പണി അറിയാന്നോ? പണിയെ കണ്ട് പഠിക്കലല്ലേ, തേടി പിടിക്കണം മോനെ കേട്ടോ. ഇങ്ങോട്ട് ആരും കൊണ്ടു തരില്ല പണിയൊന്നും, പുറത്തിറങ്ങണം, എന്നാ പണിയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പ്രായമുണ്ട്, അച്ഛനെ പോലെ പറയാ ഞാൻ. ശ്രമിക്കണം, ശ്രമങ്ങളൊക്കെ പരാജയപ്പെടും, അപ്പോഴും നമ്മൾ ശ്രമിക്കണം. അമ്പാടിയേ, ആ നീ എവിടെ പോന്നേ? ഞാൻ പണിക്ക് പോന്നരാ കേട്ടോ. പണിക്ക് പോയി തുടങ്ങിയ കാക്ക മരുന്ന് വർക്കുമല്ല. എന്തായാലും നന്നാവട്ടെ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.